ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാ. ആരാ വൈഫ് നിങ്ങൾക്കറിയൂ? എന്നെ ഓട്ടിസം മെമ്പേഴ്സ് കേട്ടായിരുന്നു. ഇത് കേട്ട അർജുനക്ക് ഒന്നും മനസ്സിലായി. എന്താ സാർ പറയുന്നത്? ഇല്ലപ്പാ, നീ അല്ലേ പറഞ്ഞു നമുക്ക് 7 പേർക്ക് മാരേജ് ആയി. എന്ത് അതെ സാർ. അപ്പം നമ്മളെ വൈഫ് നിങ്ങൾക്കറിയില്ലേ? എല്ലാ ഗേൾസ്, ബോയ്സ്, എൻ്റെ ഫ്യൂച്ചർ വൈഫ്. അതെ, എൻ്റെ വൈഫ് നിങ്ങൾ ആരെ ഇൻ്റർവ്യൂ ചെയ്തില്ല അല്ലേ ഫ്രണ്ട്സ്? ഈസ് മൈ വൈഫ് എന്ന് പറഞ്ഞ് ആയിഷ എന്ന് പറയായിരുന്നു. ആയിഷക്ക് കൺഫ്യൂസ്. സാർ നിങ്ങൾ എന്താ പറയുന്നത്? ആയിഷക്ക് കൺഫ്യൂസ് ആയിരുന്നു. അതെ, ഇവളെൻ്റെ വൈഫാണ് ആയിഷ എന്ന് പറയായിരുന്നു. ഇന്ന് കേട്ട് സാർ എന്ന് പറയാൻ നോക്കായിരുന്നു. ആയിഷക്ക് കോൾ വന്ന്. ആയിഷ ഷാക്കായിട്ട് നോക്കാൻ ആയിഷ കോൾ വന്നത്. ആയിഷ എവിടുന്ന് പോയിരുന്നു? എന്നെ അർജുൻ എനിമയാണ് എൻ്റെ വൈഫിന് പുറകെ നടക്കണ്ട എന്നെ അർജുൻ മിരട്ടി വന്നായിരുന്നു. എന്നാൽ ആയിഷക്ക് കോൾ വന്നായിരുന്നു. ആയിഷ കോൾ സംസാരിക്കാൻ പോയിരുന്നു. ജങ്കുക്കിനെ കാട്ടിയായിരുന്നു ജിമിൻ. അത് ജങ്കുക്ക് പുറകിൽ വന്നു. ശരിയോ അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് കോൾ വന്നായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു ഹീറോ. ഇപ്പം എന്താ ചെയ്യുക? ആ ഡെലിവറി ഓഫീസിൽ വരുമോ? ശരി, ഡെലിവറി വെളിയിൽ വന്നു. അങ്ങനെ ഡെലിവറി എടുത്തായിരുന്നു. ശരി, ഞാൻ ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട് എന്നെ നോക്കിയായിരുന്നു. ഒരു ഡ്രസ്സായിരുന്നു ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ്. അവനെ എടുത്തോണ്ട് വന്നായിരുന്നു. സാർ എനിക്ക് ലീവാണോ എന്ന് ഹീറോ സംസാരിക്കുമായിരുന്നു. അതെടുത്തോണ്ട് വന്ന് നോക്കുമ്പോൾ ഓട്ടിച്ചവനെ ജങ്കുക്ക് വിളിച്ചായിരുന്നു. പോകുന്നു ഓഫീസ് റൂമിൽ വന്നു. സാർ നിങ്ങൾ എന്താ സാർ പറഞ്ഞത്? ഞാൻ നിങ്ങൾ വൈഫാ. അതേ, നീ എൻ്റെ വൈഫാന്ന് പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതെങ്ങനെ വൈഫാവും? നോക്കൂ എന്ന് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കോൾ വീണ്ടും വന്നായിരുന്നു. ഗ്രാൻഡ് ആയിരുന്നു, വീട്ടിലൊക്കെ വരാൻ പറഞ്ഞായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ആദ്യം ഉടനെ ഡ്രസ്സ് എടുത്തോണ്ട് ഹീറോയി പോയി. 4 ഡ്രസ്സ് മേങ്ങിയായിരുന്നു ഹീറോയി. അങ്ങനെ ആ 4 ഡ്രസ്സ് അതിന് ഇന്ന ഡ്രസ്സ് മൊത്തം ഇട്ടിട്ട് ഫുൾ സാധനമുണ്ട്. അതെടുത്ത് ഓടിച്ചവൻ്റെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ഹീറോയി മുറക്കായിരുന്നു ഓടിച്ചവന്. എന്താ ഗ്രാൻഡ് മോളെ എന്നീന്നമ്മ നീ ഹസ്ബൻഡോട് വഴക്ക് പറയണം. ഇത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കാണ്. അതേ ഇവർക്ക് നിന്നെ 7 പേരെ പൊടിക്കൂ. അവർ നിനക്ക് സർപ്രൈസ് കൊടുക്കാൻ തിരിച്ചു പോയത്. അതുകൊണ്ട് അവരോട് ക്ഷമിക്കാൻ പറയായിരുന്നു. നീയാണ് അവർ വൈഫ് ഗ്രാൻഡ്. അതെങ്ങനെ ഗ്രാൻഡ് സെറ്റാവും? ഞാൻ നിങ്ങളുടെ റിച്ച് ഞാനതെന്ന് ഹീറോയി പറയാൻ തുടങ്ങിയായിരുന്നു. അതൊന്നും ഗ്രാൻഡ് പറയായിരുന്നു. കേളിലായിരുന്നു. അങ്ങനെ നീ പോകും ഹസ്ബൻഡ് റൂമൊക്കെ എന്ന് പറഞ്ഞ് ഹീറോയി റൂം കഴിച്ചായിരുന്നു. അതിൽ ഡ്രസ്സ്, മേക്കപ്പ് കിറ്റ് എല്ലാം ഹീറോയി മേങ്ങിയ ജോസ് എല്ലാം കുറച്ച് ജോസാണ് എല്ലാം അതിലുണ്ടായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് ഡ്രസ്സ് പറഞ്ഞാൽ 4-5 ഡ്രസ്സ് ഉണ്ട് മേങ്ങിയായിരുന്നു. അതുമാത്രമല്ല ഹീറോയിൻ്റെ ഡ്രസ്സും അതുമാത്രമല്ല ജങ്കുക്ക് കയ്യിൽ ഹീറോയിൻ്റെ ഡയറി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡ്രസ്സ് ഓൾറെഡി ജങ്കുക്കും ഓർഡർ ചെയ്തായിരുന്നു. ഹീറോയിൻ്റെ അളവ് മൊത്തം അറിയോ? അതുമാത്രമല്ല ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഫുൾ ബുക്ക് ജങ്കുക്ക് വായിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹീറോയിൻ്റെ അളവ് ജങ്കുക്ക് നന്നായിട്ട് അറിയും. ശരി ഇങ്ങനെ പറഞ്ഞേ ഹീറോയിൻ്റെ ഡ്രസ്സ് അളവ് റോസിനോട് പറയുന്നത് കേട്ട. ഹീറോയിൻ്റെ ഫ്രണ്ടായിരുന്നു റോസ് പറഞ്ഞു കേട്ട. റോസിനോട് സംസാരിക്കുന്നത് ജങ്കുക്ക് കേട്ടായിരുന്നു, ജിമിനിക്ക് കേട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ അളവ് ഇപ്പോൾ നന്നായിട്ട് അറിയും. ആയിട്ട് ഡ്രസ്സ് നിറയെ വാങ്ങിയായിരുന്നു ഹീറോയിൻ. എല്ലാം പാക്കേജ് ചെയ്ത് വരുന്നത്. ഹീറോയിൻ റൂമിൽ പോയായിരുന്നു. 7 മെമ്പർ ഹീറോയിൻ റൂമിൽ വന്നു. ഹീറോയിൻ മറട്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിനെ പിടിച്ച് കിസ് ചെയ്യാൻ തുടങ്ങി. വിടാതെ ഹീറോയിൻ പറയായിരുന്നു. അത് കേട്ടായിരുന്നു. ഹീറോയ്ക്ക് പ്രൊപ്പോസ് ഹീറോയ്ക്ക് മൂടെല്ലാം പിങ്കായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് പ്രൊപ്പോസ് ചെയ്ത് എങ്ങനെ ആവും? ഹീറോയ്ക്ക് ഓർമ്മ ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തില്ല. റിയൽ ലൈഫിലായിട്ടുള്ള എന്ന് പറയായിരുന്നു. അതുമാത്രമല്ല ഹീറോയ്ക്ക് ആക്ട് ചെയ്യില്ലായിരുന്നു. അതെ, റൂമിൽ വരുമ്പോൾ ഹീറോയിൻ ജ്യൂസ് പാല് കുടിച്ചായിരുന്നു. ആ പാലിൽ ഒന്നിട്ട് കൊടുത്തായിരുന്നു ഗ്രാൻഡ്മ. ഇവർ രണ്ട് ക്ലോസ് ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഹീറോയി കുടിച്ച് അവർ വെച്ച് ടോർച്ചർ ഹീറോയി എന്ന് പറഞ്ഞു. 7 വർഷമാക്കായിരുന്നു. എന്താ ഇവളോട് റോൻസ് ചെയ്താൽ നമ്മളെ ചെയ്തല്ലോ പറഞ്ഞ് അവർ ഫസ്റ്റ് കുടിച്ച് കേസ് ചെയ്തത്. അതുകൊണ്ട് ബാക്കിയെല്ലാം ഹീറോയി ടോർച്ചർ ചെയ്താൽ മതി. അങ്ങനെ ഹീറോയി രാവിലെ 5 നോക്കൊക്കെ അറിയാമായിരുന്നു. എല്ലാത്തും കാരണം നിങ്ങളെന്ന് പറയുന്നത്. ഇല്ല ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് 7 പേർ പറയായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയി അവർ സന്തോഷത്തിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ കണ്ണ് തുറന്നു എന്ന് പറയായിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡി വന്നായിരുന്നു. ആശ കണ്ണ് തുറന്നു പപ്പ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് പറയായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഈ പ്ലേസിലാണുള്ളത് പറഞ്ഞത്. ആയിഷ കണ്ണ് തുറന്നു കോമൽ എണിച്ചായിരുന്നു. ആയിഷക്ക് ഒന്നും നടക്കില്ല.
ആയിഷൻ്റെ ടീച്ചർ പ്രൊഫസറെല്ലാം പറഞ്ഞു മോളെ നീ വീട്ടിൽ വന്ന് പഠിച്ചോ എന്ന് പറയായിരുന്നു. ഹീറോയ്ക്ക് ആയിഷൊക്കെ ആക്സിഡൻ്റ് ആയി. ബാക്കി ക്ലാസ്സല്ലേ ആയിഷ എൽസും നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഹീറോയ്ക്ക് ഫസ്റ്റിൽ ക്ലാസ്സിൽ പഠിക്കായിരുന്നു. ഫുള്ള് നല്ല പഠിക്കുന്ന കുട്ടിയാണ്. മോശം ആയിഷ നീ ആ ക്ലാസ്സിലിരുന്നു നിങ്ങൾ പഠിക്കരുത്. അതിൽ ആയിഷ നന്നായിട്ട് പഠിക്കും. നന്നായിട്ട് ക്ലാസ് വന്നു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആയിഷ ഫുള്ള് പഠിക്കുന്നതാണ്. അതല്ല ഫുള്ള് നല്ല പഠിക്കുന്നത്. ആ ഒരു ആയിഷ പഠിച്ചതാണ്. നന്നായിട്ട് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് ആയിഷ പറഞ്ഞു സെക്കൻഡ് ഇയറാണ് ആയിഷ പഠിക്കുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ഒരുപാട് സാഡായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട് ആയിഷൻ്റെ ഫ്രണ്ട് വന്ന റോസും പൂജ വന്നു. പിന്നെ പ്രിയ വന്നു. എന്താ മച്ചി പറ്റി? ഇല്ലടി എനിക്ക് ഡ്രീം വന്നായിരുന്നു. ഓട്ടിസം മെമ്പർ എൻ്റെ ഹസ്ബൻഡായിട്ടുണ്ടായിരുന്നു. നടന്നങ്ങനെ ഇത് റിയൽ നടക്കോടി എന്ന് പറഞ്ഞ് അതേ മതി അവർ 7 പേർ നെട്ടിക്കണ്ണ് തുറന്നായിരുന്നു. 7 പേർ അവർ എണിച്ച് നോക്കും. അവർക്കും അതേ മതി എല്ലാം ഡ്രീം വന്നത് മതി അതായിരുന്നു അവർക്ക്. അപ്പോൾ ഇവൾ ആരാ കണ്ടുപിടിച്ച് പറ്റൂ. അപ്പോൾ ജിമ്മിനെ ഒരുമാതിരി ചിരിക്കായിരുന്നു. ഇത് കേട്ട് ഷോക്കായത് എല്ലാം ജിമ്മിനെ നോക്കായിരുന്നു. ജിമ്മിൻ ചിരിച്ചിട്ട് പറയാൻ തുടങ്ങി എനിക്കറിയൂ എന്ന് പറയായിരുന്നു. ഇത് കേട്ട് എല്ലാവരും ജിമ്മിനെ നോക്കായിരുന്നു. ജിമ്മിൻ ചിരിച്ചിട്ട് ഫുള്ള് ഒരു മാപ്പ്. ജിമ്മിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രോയിങ്ങിൽ നല്ല സ്പോട്ടാണ്. ഒരിക്കൽ കണ്ണിൽ കണ്ട അത് ഡ്രോയിങ് ജിമ്മിന് വയക്കും പറഞ്ഞ് ഡ്രോയിങ് വയ്ക്കും. അതുമാത്രം ആറമ്മക്ക് ഓർമ്മ ഉണ്ടോ ആറമ്പറൊക്കെ അങ്ങനെ ഹീറോയിൻ്റെ പേസ് പിന്നെ ആറമ്മക്ക് കുറച്ച് ഹീറോയിൻ്റെ ഡീറ്റെയിൽസ് മതി അതെല്ലാം വരച്ചു മാപ്പ്. ഹീറോയി സംസാരിക്കുന്നതെല്ലാം അവർക്ക് കേട്ടായിരുന്നു. അതുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് വരച്ചായിരുന്നു. അതിനായിട്ട് അവർ മരിച്ചു. അർജുൻ എണിച്ചായിരുന്നു. അർജുനക്ക് എന്തോ ഓർമ്മയും ഇല്ലായിരുന്നു. അങ്ങനെ അർജുൻ എപ്പോഴും മതിയാണ് ഹീറോ മേലെ ക്രഷ് ഉണ്ടായിരുന്നു. അതല്ലേ ഡ്രീമാ എന്ന് മറിച്ച് അർജുൻ മിണ്ടാതിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് PTS മെമ്പർ എന്ന ടിക്കറ്റ് കിട്ടിയായിരുന്നു. മച്ചി എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടടി എന്ന് ഹീറോ സന്തോഷത്തിൽ പറയായിരുന്നു. ഹാപ്പിയിൽ അതെടി എന്ന് പറയുന്നു. ആശ പറയായിരുന്നു എടി പുറക്കായിട്ടോട് പോകാൻ പറഞ്ഞിട്ടുണ്ടു. ഇപ്പം എന്താ ചെയ്യുക? ആയിഷ നീ ബുക്കായിട്ട് പോകുന്നത് ഇല്ലടി ചൂതായിട്ടില്ല പോയാൽ അമ്മ വാക്ക പറയൂ. ശരിടി ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ ബുക്കായിട്ട് സ്കാപ്പ് കെട്ടി ഇനി ബുക്കായിട്ട് പോകാൻ നോക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ ഫുൾ സാഡായിരുന്നു. ഇത് കടവാ പറഞ്ഞു നീ ചൂതയിൽ ഇങ്ങനെ കാഫ് കെട്ടിപ്പോയിക്കോ എന്ന് പറയായിരുന്നു. ഫുൾ കളറുള്ള ഡ്രസ്സ് ഇതാ നിങ്ങൾക്ക് വലിയ പുതിയ ചൂതലല്ല ബാപ്പ ഇത് ഇങ്ങനത്തെ ഒരു ഷർട്ടാണ് ഡ്രസ്സാണ് ചൂതൽ മതി. അപ്പോൾ അത്